ടുഗദറിനെ എതിർക്കുന്ന ഒരു നേതാവിന്റെ മോളായ രശ്മിയും ഏതോ ഒരു അറിയപ്പെടാത്ത ചാനലിന്റെ റിപ്പോർട്ടറായ ഗുഡും തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. പക്ഷേ രശ്മിക്കാണെങ്കിൽ ഒട്ടും മാരേജിന് ഒരു താല്പര്യമില്ല. അവൾക്ക് ഒന്നിച്ച് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിലാണ് ഇഷ്ടം. അങ്ങനെ നല്ല കുടുംബത്തിൽപ്പെട്ട ഈ ഗുഡു വേണമെന്ന് വെച്ചാൽ ലിവിങ് ടുഗദറിനെ സമ്മതിക്കുകയാണ്. അവരങ്ങനെ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന ഇഷ്ടത്തെക്കുറിച്ചും പിന്നെ അത് അവരുടെ ഫാമിലി അറിഞ്ഞപ്പെട്ടായിരുന്ന പുകിലിനെ കുറിച്ചും പിന്നെ അവർ കല്യാണം കഴിക്കാനായിട്ട് ഓടി നടക്കുന്നതിനെ കുറിച്ചും പറഞ്ഞൊരു കഥയാണ് 2019 പുറത്തിറങ്ങിയ ലുക്ക ചുപ്പി എന്ന് പറഞ്ഞ ഹിന്ദി മൂവി. അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനേ. നല്ല കോമഡി ആൻഡ് റൊമാൻറ്റിക് മൂവിയാണ് ഇത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒട്ടും ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ കത്തി നിൽക്കുന്ന ഒരു ഹീറോയിനാണ് കാണിക്കുന്നത്. അവനാണെന്ന് വെച്ചാൽ ഇപ്പം മീഡിയക്കാരെല്ലാവരും കൂടി വളഞ്ഞേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് അവൻ ഏതോ ഒരു മീഡിയയിൽ അറിയാണ്ട് പറഞ്ഞു. പക്ഷെ അവർക്ക് മക്കളുണ്ട്. അതാണ് ഇപ്പം മീഡിയയുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അങ്ങനെ ആ നടനെ വളഞ്ഞിട്ട് ഈ മീഡിയക്കാർ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹി കേട്ടിട്ട് ആ ഹീറോ പറയാണ്, ഞാൻ എങ്ങനെങ്കിലും ജീവിക്കും, നിങ്ങൾ എന്തിനാ അതിൽ നോക്കുന്നത്? എൻ്റെ ജീവിതം ഞാനല്ല തീരുമാനിക്കാം. ഞാൻ വേണമെങ്കിൽ കല്യാണം കഴിക്കാണ്ട് ഒരാളുടെ ഒപ്പം ജീവിക്കുകയും ചെയ്യും, രാത്രി പാർട്ടി പങ്കെടുക്കുകയും ചെയ്യും. അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലാതെ പറഞ്ഞ് ആ നടൻ ാണെന്ന് വെച്ചാൽ ദേഷ്യത്തോടുകൂടി വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇത് കേൾക്കേണ്ട താമസം മീഡിയക്കാരാണെന്ന് വെച്ചാൽ വളച്ചൊടിച്ച് നസീം ഖാൻ കണ്ടില്ലേ ലിവിങ് ടുഗദറിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പോകുന്നതെന്ന് പറഞ്ഞ് മീഡിയക്കാരങ്ങോട് പറഞ്ഞുണ്ടാക്കാണ്. അതോടുകൂടി ആ നസീം ഖാന്റെ ഫ്യൂച്ചറേ ഇല്ലാണ്ടായി. കാരണം അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഇവനക്കെതിരെ ആവാണ്. അവന്റെ പോസ്റ്ററുകളും സിനിമാസും ഒന്നും ആരും കാണാണ്ടായി. തിയേറ്ററിൽ പോലും ഈ നടന്റെ സിനിമ ഓടിക്കാനായിട്ട് ഈ ആൾക്കാരെ സമ്മതിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇവന്റെ ഫ്ലെക്സ് ഉള്ളതല്ലാതെ അവർ കീറിക്കളയുകയും കത്തിച്ചളയൊക്കെ ചെയ്ത് ആകെ വിപ്ലവം ഉണ്ടാക്കാണ്. അത് ഒരേ ഒരു വാക്കിന്റെ പേരിൽ, അതായത് ആ വാക്ക് ലിവിങ് ടുഗദർ. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാതും ഒരു ന്യൂസ് ചാനലിന്റെ കമ്പനിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ ഗുഡു. അപ്പൊ നമ്മുടെ ഈ കഥയത്തെ ഹീറോന്റെ പേരാണ് ഗുഡു എന്നുള്ളത്. അവനാണെന്ന് വെച്ചാൽ ഒരു റിപ്പോർട്ടർ ആയിരുന്നു. അവൻ ബെസ്റ്റ് റിപ്പോർട്ടർ ആയിരുന്നു. അവന്റെ റിപ്പോർട്ടിംഗ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറൊരു സ്റ്റൈലിലാണ് അവനെല്ലാം ചെയ്തിരുന്നത്. അപ്പൊ ഗുഡുവിന്റെ ബോസ് ആണെന്ന് വെച്ചാൽ ലിവിങ് ടുഗദറിനെ കുറിച്ച് ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലേ, അതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, അത് നിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ഗുഡുവിനെ അത് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ എത്തുന്നത്. അവളുടെ പേര് രശ്മിക എന്നായിരുന്നേ. രശ്മിക അവളുടെ അച്ഛൻ്റെ ഒപ്പമായിരുന്നു വന്നിരുന്നത്. അവളുടെ അച്ഛനാണെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിക്കാണ്ട് ഒന്നിച്ച് താമസിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനെ എതിർക്കുന്ന ഒരു പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. ത്രിവേദി എന്നായിരുന്നു രശ്മികയുടെ അച്ഛൻ്റെ പേര്. ത്രിവേദിനെ കാണുമ്പോൾ തന്നെ ആ ന്യൂസ് കമ്പനിയുടെ ഓണർ എന്ന് വെച്ചാൽ എണീറ്റ് നിന്ന് ഭയങ്കരമായിട്ട് ബഹുമാനത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ മകളായ രശ്മിക എന്തോ വലിയ ഡിപ്ലോമ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ന്യൂസ് ചാനലിനോട് ബന്ധപ്പെട്ട് അത് ഡൽഹിയിലൊക്കെ പോയി ചെയ്തെങ്കിലും ഇപ്പൊ അവൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കമ്പനി വേണം. ഇവിടെ നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അവൾക്ക് ഡൽഹിക്ക് ഇനി ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ഈ ന്യൂസ് ചാനലിൽ രശ്മികനെ കുറച്ച് നാളൊന്ന് വർക്ക് ചെയ്യിപ്പിക്കണം, ഇന്റേൺഷിപ്പ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് ത്രിവേദി അയാളുടെ മോളെ ആ ന്യൂസ് ചാനലിൽ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ശരിക്കും രശ്മികനെ ഏറ്റെടുത്തത് നമ്മുടെ ഗുഡു ആയിരുന്നു. അവൻക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ രശ്മികനോട് എന്തോ ഒരു ക്രഷ് അടിക്കുകയാണ്. അതുപോലെ തന്നെ രശ്മിക എന്ന് വെച്ചാൽ ഗുഡുവിന്റെ എല്ലാ റിപ്പോർട്ടിങ്ങും കണ്ടിട്ടുള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുഡുവിനെ. ഗുഡുവിന്റെ റിപ്പോർട്ടിങ് വേറെ സ്റ്റൈലാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ രശ്മിക പറയുന്നുണ്ട്. അതിലാണെങ്കിൽ ഗുഡു വീഴുന്നുണ്ട്. രശ്മികയുടെ അച്ഛനായ ത്രിവേദിക്ക് പിന്നെ ഗുഡുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ടിവിയുടെ ഫസ്റ്റ് ഫേസ് അല്ലേ, ടിവി തുറന്നാലേ അവനെ തന്നെയാണ് കാണാനുള്ളത്. ഇവനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ത്രിവേദി ഗുഡുവിന് കൈ കൊടുക്കുന്നുണ്ട്. ഗുഡുവിന്റെ ഫ്രണ്ട് ആയിരുന്നു അബ്ബാസ്. അബ്ബാസിന് ഇപ്പൊ ഈ കമ്പനിയിലത്തെ ക്യാമറാമാനും. പക്ഷെ ആ ത്രിവേദിയാണെന്ന് വെച്ചാല് അബ്ബാസ് ഒരു മുസ്ലിം ആയതുകൊണ്ട് അവൻക്ക് കൈ കൊടുക്കാതെ അവന് ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. പക്ഷെ അബ്ബാസ് ഭയങ്കര കോമഡി ലുക്കാണ്. അതൊന്നും കാര്യമാക്കാതെ ഫോട്ടോ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് അവന്റെ പണി മുഴുകിക്കൊണ്ട് നിൽക്കാണ്. രശ്മികൻ ഇപ്പൊ ഗുഡുവിന്റെ ടീമിൽ തന്നെയാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഗുഡും രശ്മിക ഇനി മുതൽ ഒന്നിച്ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ വർക്ക് തുടങ്ങാണ്. ഇവരുടെ ഇപ്പൊ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ലിവിങ് ടുഗദറിനെ കുറിച്ച് ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും, അത് ചോദിച്ചറിയുക എന്നുള്ളതായിരുന്നു. അപ്പൊ രശ്മിയും ഗുഡും പിന്നെ അബ്ബാസും കൂടി ഒന്നിച്ച് പോയിട്ടാണ് എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നത്. ചിലവര് ലിവിങ് ടുഗദറിനെ പ്രൊമോട്ട് ചെയ്ത് പറയുന്നുണ്ട്, ചിലവരാണെന്ന് വെച്ചാൽ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തോണ്ടും പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഗുഡു ആണെന്ന് വെച്ചാൽ രശ്മികനെ ഭയങ്കരമായിട്ട് സൈറ്റ് അടിക്കുന്നൊക്കെ ഉണ്ട്. കാറിൽ പോവാണെന്ന് വെച്ചാൽ ചില്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് രശ്മികയുടെ മുഖം കാണാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അത് രശ്മികാണെന്ന് വെച്ചാൽ നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ എന്നെ തന്നെയാണല്ലോ നോക്കി നിൽക്കുന്നതെന്ന് രശ്മികക്ക് മനസ്സിലാവുന്നുണ്ട്. ഗുഡുവിന്റെ പെരുമാറ്റത്തിൽ ഇഷ്ടം തോന്നിയ രശ്മികാണെന്ന് വെച്ചാൽ അവൻ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഗുഡു ഫ്രീ ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നാ ഓക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ ഗുഡും അവളെ ചെന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രശ്മിക ഇപ്പില്ല പണ്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം പറയാണ്. രശ്മികയുടെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ എപ്പോഴും പെർഫ്യൂം അടിച്ചിട്ടാണ് വന്നിരുന്നത്. ആ ഒരു മണം കണ്ടുകൊണ്ടാണ് രശ്മിക
രശ്മികൾക്ക് അവനോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നേ. പക്ഷെ ഒരു ദിവസം അവൻ ആ സ്പ്രേ അടിക്കാണ്ട് വന്നതും അവൾക്ക് അവനോടുള്ള ഇഷ്ടം മുഴുവൻ പോവാണ്. ഇത് പറഞ്ഞത് കേട്ടതും ഗുഡ് വേണമെന്ന് വെച്ചാൽ എനിക്ക് സ്പ്രേ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നാച്ചുറലി നല്ല സ്മെല്ലാന്ന് പറയുന്നുണ്ട്. അത് കേട്ട് രശ്മിക അവനോട് അടുത്ത് നിന്നിട്ട് അവനൊന്ന് മണപ്പിച്ച് നോക്കിയിട്ട് ഭയങ്കര പൊട്ട സ്മെല്ലാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചിരിച്ചോട്ട് പോകുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ഏകദേശം സെറ്റായി തുടങ്ങി എന്നുള്ള കാര്യം. രശ്മികയുടെ അച്ഛൻ ഒരു വലിയ പാർട്ടിയുടെ നേതാവായിരുന്നില്ലേ, അതും ഈ ലിവിങ് ടുഗദറിലൊക്കെ എതിർക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായിരുന്നു. അപ്പൊ അച്ഛനാണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ അന്യായങ്ങളും, അന്യായം ഉദ്ദേശിച്ച് കല്യാണം കഴിക്കാണ്ട് ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് തല്ലി അവരോട് ഇനി അത് ചെയ്യരുതെന്നും ചെയ്തിട്ടുണ്ടോ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് വിടുന്നത്. ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു ചെക്കനായിരുന്നു. അവനക്കൊരു അച്ഛൻ ഒരമ്മ, പിന്നുള്ളത് 2 ചേട്ടന്മാരാണ്. അതിൽ ഒരു ചേട്ടന്റെ കല്യാണം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. പക്ഷെ രണ്ടാമത്തെ ചേട്ടന് എത്ര കല്യാണം ആലോചിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലേ. ഈ മൂത്ത ചേട്ടന്റെ ഭാര്യയുടെ അനിയനും ഇപ്പൊ ഗുഡുവിന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവനും ഗുഡുവാണെന്ന് വെച്ചാൽ തീരെ ചേരില്ല. അവനാണെന്ന് വെച്ചാൽ ഭയങ്കരമായി നോക്കിയിരുന്നു, കന്നിക്കോഴിയായിരുന്നു. ഗുഡുവിന്റെ അച്ഛനൊരു ഡ്രസ്സ് കട ഉണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ഇവന്റെ 2 ചേട്ടന്മാരും അച്ഛനെ സഹായിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഗുഡു മാത്രം അവൻക്ക് ആ പ്രൊഫഷൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടിങ്ങിന് പോയേക്കായിരുന്നു. അതും പറഞ്ഞിട്ട് ഈ കോഴിയും ഗുഡും തമ്മിൽ എപ്പോഴും വഴക്കാവാറുണ്ട്. കോഴിയാണെന്ന് വെച്ചാൽ ഗുഡുവിന്റെ അച്ഛന്റെ കടയിലേക്ക് വരുന്ന എല്ലാ പെണ്ണുങ്ങളെയും സൈറ്റ് അടിക്കാനായിട്ട് അവൻ എപ്പോഴും അവിടെ വന്നിരിക്കുകയായിരുന്നു. അത് ഗുഡുവിനെ ഒട്ടും ഇഷ്ടമല്ലാണ്ട് അവനാണെന്ന് വെച്ചാൽ എപ്പോഴും ഈ കോഴീനെ തല്ലി അവിടെ നിന്ന് പറഞ്ഞേക്കായിരുന്നു. ഗുഡുവിന്റെ ഫാമിലിയിലാണെന്ന് വെച്ചാൽ രാത്രി ഇരുന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ വികാസിന്റെ കല്യാണം. വികാസ് എന്ന് വെച്ചാൽ ഗുഡുവിന്റെ 2ാമത്തെ ചേട്ടൻ. അവന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും മുടിയൊക്കെ നിരച്ചേ തുടങ്ങിയിരുന്നു. വയസ്സ് കൂടുതലുള്ള കാരണം ഈ വികാസിന് ആലോചിക്കുന്ന എല്ലാ പ്രപ്പോസൽസും അവർ വേണ്ടാന്ന് വെക്കാണ്. അപ്പൊ ഗുഡുവിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ മുടി ഡൈ ചെയ്യാണ്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ വികാസ് ആണെന്ന് വെച്ചാൽ ഞാൻ ഡൈ ചെയ്തിട്ടൊക്കെ അയച്ചു കൊടുത്തത്, പക്ഷെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഒറിജിനലാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും നീ എന്തിനാ ഒറിജിനൽ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവരിങ്ങനെ വികാസിന്റെ കല്യാണം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ബ്രോക്കർ ആണെന്ന് വെച്ചാൽ പറയാണ്, ഗുഡു കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ അവർ 100% ഓക്കെയാണ്, പക്ഷെ വികാസിനെ അവർക്ക് വേണ്ടാന്നാ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വികാസിനെന്ന് വെച്ചാൽ ദേഷ്യം വരാണേ. ഗുഡു ആണെന്ന് വെച്ചാൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എന്റെ സമയമാകുമ്പോൾ ഞാൻ പോയി കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് വികാസിനോട് പറയുമ്പോൾ വികാസിന് ദേഷ്യം വന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാവുന്നുണ്ട്. അപ്പൊ ബ്രോക്കർ പറയാണ്, ചിക്കു എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു. അതാണെന്ന് വെച്ചാൽ ഗുഡുവിന്റെ മൂത്ത ചേട്ടന്റെ മോനായിരുന്നു. അത് ചെറിയൊരു പയ്യനാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ലുടിച്ചിരുന്നോ, എന്തായാലും ചിക്കുന്റെ കല്യാണമായിരിക്കും മുന്നേ നടക്കാന്ന് പറഞ്ഞിട്ട് ആ ബ്രോക്കർ അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. വികാസ് ആണെന്ന് വെച്ചാൽ ഗുഡുവിന്റെ മെക്കിട്ട് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. വികാസിന് ഭയങ്കര പേടിയുണ്ടായിരുന്നു അവനെക്കാൾ മുന്നേ ഗുഡു കല്യാണം കഴിക്കുമോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് ആകെ ചീത്താവല്ലേ ചെയ്യുക. ആൾക്കാരൊക്കെ അവർക്ക് ഏതോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു നടക്കും. ആ കോഴിയാണെന്ന് വെച്ചാൽ ഈ ചർച്ചയൊക്കെ കേട്ടിട്ട് ഗുഡുവിന് അവനക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാരണം വികാസിന് ആഷന് കയറ്റി കൊടുക്കുന്നുണ്ട്. വികാസ് അത് വീണിട്ട് ഗുഡുവിനായിട്ട് അങ്ങനെ തല്ലുപിടിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛനാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തോ എന്നുള്ള മട്ടില് അവരെ രണ്ടുപേരെ വഴക്ക് പറയുന്നുണ്ട്. അത് രാത്രി ഗുഡു കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ അവനൊരു സ്വപ്നം കാണാണ്. വേറെ ഒന്നുമല്ല, ചീക്കില്ല ചെറിയ പയ്യൻ അവന്റെ കല്യാണം നടക്കാണ്. വികാസം ഗുഡുവാണെന്ന് വെച്ചാൽ ഇപ്പോഴും കല്യാണം കഴിക്കാതെ ചീക്കുവിന്റെ കല്യാണത്തിന് ഇങ്ങനെ ആശീർവാദം അണിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും ഗുഡുവിന് ഭയങ്കര പേടിയാവാണേ. ഇനി എങ്ങാനും എൻ്റെ കല്യാണം നടക്കാണ്ട് പോവോ എന്ന് വിചാരിച്ചിട്ട് നേരെ വെളുത്തതും നേരെ ചെല്ലുന്നത് രശ്മികയുടെ അടുത്തേക്കാണ്. രശ്മികയും ഗുഡുവാണെന്ന് വെച്ചാൽ ഇപ്പൊ സംഭവം സെറ്റ് ആയി കഴിഞ്ഞാൽ അവരിപ്പോ ലവേഴ്സ് ആണല്ലോ. ഗുഡു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് രശ്മികനെ പ്രപ്പോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ആളുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ചിരിക്കുന്ന രശ്മികയുടെ അടുത്ത് ചെന്നിട്ട് ഒരു മോതിരം എടുത്തുകൊണ്ട് ഗുഡു പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ രശ്മിക പേടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട്, ഹലോ ബ്രദർ, നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ബ്രദർ എന്നുള്ള വിളി കേട്ടതും ഗുഡുവിന്റെ കിളി അങ്ങനെ ഇങ്ങോട്ടൊക്കെ പറന്നു പോവാണ്. അപ്പോൾ ഗുഡു ആണെന്ന് വെച്ചാൽ നീ എന്തെന്നെ വിളിച്ച് ബ്രദർ എന്ന്, നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് പറയുമ്പോൾ രശ്മിക ശരിയാ പെട്ടെന്ന് ഞാൻ ടെൻഷനിലാണ് ബ്രദർ എന്നൊക്കെ വിളിച്ച്. ഇപ്പം എന്തിനാ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? ഇപ്പം എന്തായാലും എനിക്ക് ഇതിനെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. നമ്മൊന്നും നന്നായി അറിഞ്ഞതിന് ശേഷമല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇപ്പം തന്നെ പോയി കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല രശ്മിക പറയുന്നുണ്ട്. പക്ഷെ ഗുഡുവിനാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കല്യാണം കഴിച്ചേ പറ്റൂ, അവൻക്ക് അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ പറയാണ്. പക്ഷെ രശ്മിക അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞ് അവസാനം രശ്മിക ഒരു ഒപ്പീനിയൻ പറയാണ്. അവൾക്ക് എന്തായാലും ഒരാളെ ശരിക്കും അറിയാണ്ട് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൾ പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ട, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കാം, എന്നിട്ട് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം കല്യാണം കഴിക്കണോ വേണ്ടതെന്ന്. അതിനുശേഷം ഞാൻ ഓക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഗുഡു അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ രശ്മിക ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, ഞാൻ എന്തായാലും ഇതിനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദ അറിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുള്ളൂ, അതിന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം എന്ന് പറയാണ്. അങ്ങനെ യാതൊരു വഴിയും ഇല്ലാണ്ട് ഗുഡും അതിന് സമ്മതിക്കുകയാണ്. കല്യാണം കഴിക്കാതെ തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കാം എന്നുള്ളത്. ഇനി അതിന് എന്താ ഒരു വഴി? ഒന്നിച്ച് താമസിക്കാനായിട്ട് വീടും വേണം, പൈസയും വേണം, പിന്നെ വീട്ടുകാരോട് എന്താ പറയും,
അതൊക്കെ ഒപ്പിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇനി എന്താ വഴിയെന്നറിയാനായിട്ട് ക്യാമറാമാനും പിന്നെ ഇവരുടെയൊക്കെ എല്ലാ പ്ലാനറും ആയിട്ടുള്ള ഫ്രണ്ടായിട്ടുള്ള അബ്ബാസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അബ്ബാസ് എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമേ അറിയായിരുന്നു നിങ്ങൾ രണ്ടും സെറ്റാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാര്യത്തിലൊക്കെ കിടക്കുന്ന പറഞ്ഞ് ഗുഡു അവനെ ചീത്ത അറിയുന്നുണ്ടേ. അപ്പോൾ അവനൊരു നല്ല ഐഡിയ പറയാണ്, ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ടുള്ള ഗ്വാലിയർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കും. വീട്ടിലാണെന്ന് വെച്ചാൽ നിങ്ങൾ ജോബിന്റെ കാര്യമായിട്ട് കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ എവിടെയും പ്രശ്നം വരുന്നില്ലല്ലോ എന്ന് പറയണം. ഗുഡുവിന് ആ ഐഡിയ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രേഷ്മിക്ക് ആ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്. അങ്ങനെ അവർ അത് തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഗുഡു ആണെന്ന് വെച്ചാൽ അവൻ്റെ മൂത്ത ചേട്ടനോടും ഇളയ ചേട്ടനോടും അച്ഛനോടും അമ്മനോടും എല്ലാവരോടും അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് വീട്ടിൽ നിന്ന് പെട്ടിയും പ്രമാണം ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി പോകുന്നത്. ആദ്യം വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്വാലിയറിൽ പോയിട്ട് ഒരു ഹോട്ടൽ എടുത്ത് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാന്നുള്ളതായിരുന്നു. പക്ഷെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഈ ലിവിങ് ടുഗദറിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇനി ഇങ്ങനെ ലിവിങ് ടുഗദർ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊരു പ്രശ്നമാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കല്യാണം കഴിഞ്ഞ പോലെ അവിടെ പോയി ജീവിച്ചാൽ മതി. അതുപോലെ തന്നെ ഹോട്ടൽ എടുക്കണ്ട, നമുക്കൊരു വീടായിട്ട് നോക്കാം, അതാകുമ്പോൾ ആർക്കും ഡൗട്ട് വരില്ല എന്ന് അബ്ബാസ് പറയാണ്. അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നിയിട്ട് അവർ ഹോട്ടൽ എടുക്കാതെ ഒരു വീടായിട്ട് തന്നെ എടുക്കുകയാണ്. അങ്ങനെ അത് സംസാരിക്കാനായിട്ട് അവിടെ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു. അയാളോട് പോയിട്ട് ഉള്ള സത്യം ശരിക്കും എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. കാരണം അവർ രണ്ടുപേരും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണെന്നുള്ളത് പറയുമ്പോൾ അയാൾ സപ്പോർട്ടീവ് ആയിട്ടാണ് വർത്താനം പറയുന്നത്. അയാൾ പറയാണ്, ഞാൻ മാത്രമേ ഇത് അറിയുള്ളൂ, വേറെ ആരും ഇത് അറിയൂല, പക്ഷെ നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ കല്യാണം കഴിഞ്ഞവരെ പോലെ ജീവിക്കണം എന്ന് പറയാണ്. 6000 രൂപ വാടകയുള്ള ആ റൂമിന് ഇവരൊരു കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ആ ബ്രോക്കർ എന്ന് വെച്ചാൽ 10000 രൂപ വാടകയാണ് വാങ്ങുന്നത്. രശ്മിക കല്യാണം കഴിഞ്ഞതിന്റെ സൂചനയായിട്ട് തലയിൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട്, കഴുത്തിലൊരു മാലയും തൂക്കിയിട്ടുണ്ട്. അയൽവക്കത്തുള്ള സ്ത്രീയാണെന്ന് വെച്ചാൽ ഭയങ്കര കുനിറ്റ് സ്വഭാവമുള്ള സ്ത്രീയായിരുന്നേ. അപ്പുറത്തും എന്താ നടക്കുന്നതെന്ന് അറിയാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ സ്ത്രീ വന്നിട്ട് ഇവിടെ പുതിയ താമസക്കാരുണ്ടെന്ന് അറിഞ്ഞതും ഗുഡുവിനെ രശ്മികനെയും കാണാനായിട്ട് വീട്ടിലേക്ക് വരാണ്. ഇവര് ഗുഡുവിനോടും രശ്മികനോടാണ് സംസാരിക്കുന്നതിനുണ്ടെങ്കിലും കണ്ണ് മുഴുവൻ പോകുന്നത് ആ പരിസരത്തിന്റെ ചുറ്റുമാണ്. ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ഗുഡുവിനും രശ്മികക്കും ഇത് വലിയൊരു തലവേദന ആവുന്നുള്ള കാര്യം ഉറപ്പാവുന്നുണ്ട്. അങ്ങനെ രാത്രി സമയമായി. ഇപ്പോഴെന്ന് വെച്ചാൽ ഗുഡും രശ്മികയും മാത്രമുള്ളേ. അവളാണെന്ന് വെച്ചാൽ ചെറിയൊരു ട്രൗസറും കുട്ടി ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് രാത്രി ആ പാവം കൊച്ചിൻ്റെ അടുത്തേക്ക് പോയാൽ അവൻ എന്താ വിചാരിക്കുക? അവനാണെന്ന് വെച്ചാൽ എല്ലാ ഫ്ലേവറും ആണെന്ന് വെച്ചാൽ വാങ്ങി അവൻ്റെ തവലേനയുടെ അടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് വേണോ, ആപ്പിൾ വേണോ, മുന്തിരി വേണോ എല്ലാം ഉണ്ടായിരുന്നു. രശ്മിക്കാണെന്ന് വെച്ചാൽ നേരെ വന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൾ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ ഗുഡുവിനാണെന്ന് വെച്ചാൽ അവൻ്റെ മനസ്സിൽ മുഴുവൻ വേറെ പല ചിന്തകളായതുകൊണ്ട് അവനക്ക് തീരെ ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ലേ. അങ്ങനെ എങ്ങനെയെങ്കിലും രശ്മിക്കിനെ വളയ്ക്കാന്ന് വിചാരിച്ചിട്ട് അവൻ തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവൾ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാണ്. അത് കേട്ടതും കൊണ്ടു വിഷമത്തോടുകൂടി അപ്പുറത്തേക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ രശ്മിക ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് ഗുഡുവിനോട് ചോദിക്കുകയാണ്, അതിന് നമ്മുടെ കയ്യിൽ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കേണ്ട താമസം ഗുഡു അവൻ്റെ തലാണയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന എല്ലാ ഫ്ലേവേഴ്സ് എടുത്തിട്ട് നിനക്ക് ഏതാ വേണ്ടേ, സ്ട്രോബെറി വേണോ, ആപ്പിൾ വേണോ, മുന്തിരി വേണോ, ഏത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രശ്മികയും ഗുഡും കൂടി ഭയങ്കരമായിട്ട് ചിരിച്ച് അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി മൂഡിലായി പൂർണ്ണമായിട്ട് ഒരു ഭാര്യയും ഭർത്താവ് എങ്ങനെയാണോ അതിൻ്റെ നിലക്ക് പോവാണ്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ തന്നെ കോണമ്പല്ല അടിക്കുന്ന കേട്ടിട്ടാണ് അവർ എണീക്കുന്നത്. പോയി നോക്കുമ്പോൾ ആരാണെന്ന് വെച്ചാൽ ആ ഏഷ്യനി ചേച്ചി രാവിലെ തന്നെ വന്നിട്ട് ഗുഡുവിനോട് നിന്റെ ഭാര്യ എന്തായെന്ന് ചോദിക്കുമ്പോൾ ഗുഡ് ഉറക്കപ്പിച്ചതിൽ ഏത് ഭാര്യ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും ആ സ്ത്രീയാണെന്ന് വെച്ചാൽ ഏത് ഭാര്യയാണോ, അപ്പം നിനക്ക് ടോട്ടൽ എത്ര ഭാര്യ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓ എൻ്റെ ഭാര്യ രശ്മികാലേ, അവൾ ഉറങ്ങാ എണീറ്റിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഏഷ്യനി ചേച്ചിയാണെന്ന് വെച്ചാൽ ആ ഓക്കെ, അവൾ എണീക്കുമ്പോൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട, എപ്പോഴാണെങ്കിലും എന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗുഡ് ആണെന്ന് വെച്ചാൽ രശ്മികനോടും ആ ചേച്ചി അത്ര ലെവലൊന്നും ഇല്ല, ഫുള്ള് നേരം നമ്മുടെ അടുത്ത് തന്നെ അവളുടെ കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഓരോ ജോലിയും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിയും തൊടയ ഒരാളാണെങ്കിൽ കുക്കിംഗ് ഒരാൾ, ബാത്റൂം കഴുകേണ്ട ഒരാൾ, അങ്ങനെ എല്ലാ ജോലിയും അവർ രണ്ടുപേരും ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ കിടന്നുപോയി അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഏഷ്യനി ചേച്ചിയുടെ കണ്ണ് ഇപ്പോഴും പോയിട്ടില്ല. അവർ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമ്പോൾ പോലും ആ ഏഷ്യനി ചേച്ചി ജനലിൽ കൂടെ ഒക്കെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഏഷ്യനി ചേച്ചി ആയെന്ന് വെച്ചാൽ അവിടെ അടുത്ത് താമസിക്കുന്ന ആ ചേച്ചിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള വേറൊരു ചേച്ചിയോട് പറയാണ്, അവർ തമ്മിൽ എന്തോ ഒരു യോജിപ്പില്ലാത്ത പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, അവർ കല്യാണം കഴിഞ്ഞത് തന്നെയാണോ, ഇനി ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെങ്കിലോ, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാണ്ട് ആരെങ്കിലും നിക്കർ ഇട്ടുകൊണ്ട് ഓടിക്കളിക്കോ? ഞാൻ എപ്പോൾ നോക്കുമ്പോഴും അവരാണെന്ന് വെച്ചാൽ നിക്കർ ഇട്ടുകൊണ്ട് കുട്ടികളെ പോലെ ഓടിക്കളിക്കുന്നത്. ഇതൊന്നും പ്രാക്ടിക്കലല്ല. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റേ സ്ത്രീ പറയാണ്, നീ വെറുതെ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്, അവരെന്തായാലും കല്യാണം കഴിഞ്ഞത് തന്നെ, നീ സിന്ദൂരവും താലിച്ചേരുടെ ഒക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഏഷ്യൻ സ്ത്രീയെ ഒഴിവാക്കി വിടാണ്. പക്ഷെ അതുകൊണ്ടൊന്നും വിടാതെ ആ ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ദിവസം ഗുഡുവിന്റെ രശ്മികയുടെ അടുത്തേക്ക് വന്നിട്ട് അവർ രണ്ടുപേരും ഒപ്പുള്ളപ്പോൾ തന്നെയാണ് അവിടേക്ക് വരുന്നത്. രശ്മികയെന്ന് വെച്ചാൽ ഇപ്പൊ സിന്ദൂരം തൊട്ടിട്ടില്ല, കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചി വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു? പക്ഷെ അവർ രണ്ടുപേരും ചർച്ച ചെയ്ത് അത് തീരുമാനിച്ചിട്ടില്ലാത്ത കാരണം ഒരാൾ 6 മാസം എന്നും ഒരാൾ 1 കൊല്ലെന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും പറഞ്ഞത് 2 ആൻസർ ആയതുകൊണ്ട് ആ ചേച്ചിക്ക് മനസ്സിലാവാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അഭിനയിക്കുന്നതാണെന്ന്. അത് കേട്ടതും ആ ചേച്ചി അവിടെ
അവിടെ നിന്ന് ഓടിപ്പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ആ ചേച്ചി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ നാട്ടുകാരെയും വിളിച്ചുകൊണ്ട് അവരുടെ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോഴേക്കും രശ്മികയും ഗുഡ്ഡുവാണെന്ന് വെച്ചാൽ ഈ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത് കണ്ടായിരുന്നു. അതുകൊണ്ട് ഓൾറെഡി അവർ വേഗം പോയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രശ്മിക സിന്ദൂരം തൊട്ട് മാലൊക്കെ ഇട്ട് പിന്നെ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ശരിയാക്കിയിട്ട് ആൽബം പോലെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ റൂം മൊത്തം ഇപ്പൊ അവരുടെ കല്യാണ ഫോട്ടോ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടത് നാട്ടുകാരെന്ന് വെച്ചാൽ ആ ചേച്ചി നോണ പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് ആ ചേച്ചിനെ കുറെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഗുഡ്ഡു രശ്മികയാണെന്ന് വെച്ചാൽ പുറത്തിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ടൈമിലാണ് ആ കോഴിയില്ലേ അവനാണെന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് അവിടേക്ക് കറങ്ങാൻ വന്നിരുന്നത്. അവൻ ഒളിഞ്ഞു നിന്ന് ഗുഡ്ഡുവിനെ കാണുന്നുണ്ട്. ഗുഡ്ഡു ഏതോ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ലവ് ചെയ്ത് നടക്കാന്ന് ആ കോഴി തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ഗുഡ്ഡുവിനെയും രശ്മികനെയും ഫോളോ ചെയ്തുകൊണ്ട് ആ കോഴി അവർ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയാണ്. ഇതിനോടകം തന്നെ ഗുഡ്ഡു രശ്മികൻ തീരുമാനിക്കുകയാണ് എന്തായാലും അവർക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമാണെന്നും ഇനി എന്തായാലും പിരിയാൻ പറ്റില്ല, കല്യാണത്തിന് റെഡിയായെന്നും വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രണ്ടുപേരുടെയും വീട്ടുകാരെ കണ്ട് സംസാരിച്ച് കല്യാണത്തിനുള്ള തീയതി ഉറപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പോയിരുന്നത്. പക്ഷെ കറക്റ്റ് ടൈമിൽ തന്നെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ആ കോഴി എത്തുന്നുണ്ട്. അങ്ങനെ അവർ താമസിക്കുന്ന ആ വീട് കണ്ടുവെച്ചോണ്ട് തന്നെ കോഴി നേരെ ചെല്ലുന്നത് ഗുഡ്ഡുവിന്റെ വീട്ടുകാരുടെ അടുത്തേക്കാണ്. അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് തന്നെ കോഴി ഗുഡ്ഡു രശ്മികയും താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ ഗുഡ്ഡുവിന്റെ രശ്മികയുടെയും കല്യാണ ഫോട്ടോസ് കണ്ടിട്ട് മനസ്സിലാക്കാണ് അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. സോറി തെറ്റിദ്ധരിക്കാണ് അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. ഗുഡ്ഡുവിന്റെ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ചേട്ടൻ വികാസ് എന്ന് വെച്ചാൽ ഗുഡ്ഡുവിനോട് ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം വികാസിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വികാസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഏട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അനിയൻ പോയി കെട്ടി കഴിഞ്ഞു എന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരുന്നത്. രശ്മിക ടൈമിലെന്ന് വെച്ചാൽ ഒരു കുട്ടി ടോപ്പും കുഞ്ഞി ട്രൗസറൊക്കെ ഇട്ട് നിന്നായിരുന്നത്. അത് കണ്ടതും ഗുഡ്ഡുവിന്റെ അച്ഛന് അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല നാണം കൊണ്ട്. അമ്മ എന്ന് വെച്ചാൽ പറയാണ് നീ നല്ല പെൺകുട്ടിയെ തന്നെ കണ്ടുപിടിച്ചേ, പക്ഷെ ഡ്രസ്സ് ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ, എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രശ്മിക എന്താണെന്ന് വെച്ചാൽ ഒരു ഷാൾ എടുത്തിട്ട് അവളുടെ ആ ട്രൗസറിന്റെ മേലെ കൂടെ ആ ഷാൾ കെട്ടിയിട്ട് കാലൊക്കെ മറച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ ഗുഡ്ഡുവിന്റെ ഫാമിലി പോയിട്ട് രശ്മികയുടെ അച്ഛനോടും എല്ലാവരോടും സംസാരിക്കുകയാണ് കല്യാണക്കാരിയൊക്കെ. അങ്ങനെ അവരുടെ രണ്ട് ഫാമിലിയും കൂടി സംസാരിച്ച് അവരെ ഒന്നിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷെ എന്നാലും ഒരു പ്രോബ്ലം ഉണ്ട്. ഈ വീട്ടുകാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെന്നാ. ഹിന്ദു ആചാരം അനുസരിച്ച് ആകെ ഒരു വട്ടം മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, മന്ത്രങ്ങളൊക്കെ ചൊല്ലി കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആൾക്കാരെ വിളിച്ചു വരുത്തി ഇനി എന്തായാലും കല്യാണം കഴിക്കല് പ്രാക്ടിക്കൽ അല്ല. പ്രത്യേകിച്ച് ഈ അച്ഛനാണെന്ന് വെച്ചാൽ ഒരു പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ മകൾ ഇങ്ങനെ ചെയ്തു, ഒരാളെ വീട്ടുകാരെ അറിയാതെ കല്യാണം കഴിച്ചു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇയാളെ രാഷ്ട്രീയ പാർട്ടിക്ക് അത്ര നല്ലതായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആള് ഒരു പ്ലാൻ ഇടാണ്. മീഡിയനെ വിളിച്ചിട്ട് ഈ ത്രിവേദി പറയാണ് എന്റെ മോളുടെ കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ അതിന് ആരെയും വിളിക്കുന്നില്ല. കാരണം എന്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എന്റെ മോളുടെ കല്യാണം ആരെയും വിളിക്കാതെ പ്രൈവറ്റ് ആയിട്ട് വേണം ചെയ്യാന്നുള്ളത്. അങ്ങനെ ത്രിവേദിയുടെ കുരുട്ട് ബുദ്ധിയിൽ അവരുടെ കല്യാണം നടക്കാതെ നടന്നു എന്നുള്ളത് വരുത്തി തീർക്കാണ്. എല്ലാവരും കല്യാണം നടക്കുന്ന പോലൊക്കെ ഒരുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും അവിടെ കല്യാണമൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. മന്ത്രങ്ങളോ ചൊല്ലലോ താലികെട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. മീഡിയയുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് കല്യാണം നടക്കുന്നു എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രശ്മികക്കും ഗുഡ്ഡുവിനാണെന്ന് വെച്ചാൽ അത് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ കല്യാണം കഴിക്കാതെയാണ് രശ്മികനെ ഗുഡ്ഡുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അങ്ങനെ ചടങ്ങുകളൊന്നും ചെയ്യാതെ ഗുഡ്ഡുവിന്റെ വീട്ടിലേക്ക് രശ്മികനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയിട്ടും അവൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം കല്യാണം കഴിക്കാതെ ഒരാളുടെ ഒപ്പം വെറുതെ ജീവിക്കുന്ന പോലെയാണ് അവരിപ്പോ ജീവിക്കുന്നത്. വീട്ടുകാരുടെ മുന്നിൽ മാത്രമാണ് അവര് കല്യാണം കഴിച്ചിട്ടുള്ളൂ. രശ്മിക ഇങ്ങനെ മൂഡൌട്ടായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ഗുഡ്ഡുവിന്റെ അമ്മ അവളോട് കാര്യം തിരക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അവൾക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഗുഡ്ഡു ഇടയിൽ കൂടെ വന്ന് പറയാണ് അവൾക്ക് അടുക്കളപ്പണിയൊന്നും അറിയില്ല, അതിന്റെ വിഷമത്തിലാന്ന് പറയുമ്പോൾ അമ്മണെന്ന് വെച്ചാൽ നീ വലിയ വീട്ടിൽ പഠിച്ച പെൺകുട്ടിയല്ലേ, നീ പണിയൊന്നും എടുക്കണ്ട, അത് ചെയ്യാൻ ഞാൻ നിന്റെ ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ചേട്ടന്റെ ഭാര്യയാണെന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ട് ഒക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടാണ് കഴുകുന്നത്. കാരണം വാക്കാലെ പറഞ്ഞ് ജയിക്കാൻ പറ്റൂല എന്ന് അവൾക്ക് അറിയായിരുന്നു. അവൾ ഓൾറെഡി അവിടെ പണിയെടുത്ത് മടുത്തിരുന്നു. ഒരാളും കൂടി വന്നെങ്കിൽ അവൾക്കൊരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിരുന്നു കൊടുത്ത് ഇപ്പൊ പണിയെടുക്കാത്ത ഒരുത്തിനെയും കെട്ടിക്കൊണ്ടാണ് വന്നേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. രശ്മിക കരഞ്ഞുകൊണ്ട് ഗുഡ്ഡുവിനോട് പറയാണ് എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ, നിന്റെ ഫാമിലി എത്ര നന്നായിട്ട് തന്നെ നോക്കുന്നത്, പക്ഷെ ഞമ്മ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല, നമുക്ക് ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് പോയിട്ട് കല്യാണം കഴിക്കാന്ന് പറയാണ്. അത് കേട്ടിട്ട് ഗുഡ്ഡും അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ച് അബ്ബാസിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അബ്ബാസ് അല്ല ഐഡിയക്കാരൻ. അവനാണെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വേഗം പോയി നിങ്ങൾ കല്യാണം കഴിച്ചോളാൻ പറയുന്നുണ്ട്. രശ്മിക എന്ന് വെച്ചാൽ മുഖം മറച്ചുകൊണ്ട്
കല്യാണം കഴിക്കാനായിട്ട് ഗുഡുവിൻ്റെ ഒപ്പം ഒരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഗുഡു താടിയൊക്കെ വെച്ച് വേറൊരാളായിട്ടാണ് പോകുന്നത്. അങ്ങനെ മന്ത്രങ്ങളൊക്കെ തുടങ്ങി ലാസ്റ്റ് സിന്ദൂരം തൊട്ട് കൊടുക്കാനുള്ള ചടങ്ങ് എത്തിയപ്പോൾ രശ്മികയുടെ നെറ്റിയിലാണെന്ന് വെച്ചാൽ ഓൾറെഡി സിന്ദൂരം ഉണ്ട്, താലി ഉണ്ടല്ലോ. ഇത് കണ്ട് ആ മന്ത്രം ചൊല്ലാൻ നിന്ന് ആ പൂജാരിയാണെന്ന് വെച്ചാൽ, അയ്യോ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ തന്നെയാണ് നിങ്ങൾ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നത്, ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നുണ്ട്. രശ്മിക ഒരു പെണ്ണായതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട, നീ വേഗം പൊക്കോ, ഇവിടെ നിന്നാ നിന്നെയും പിടിച്ച് കെട്ടിയിരുന്ന് പറയുമ്പോൾ രശ്മിക അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗുഡുവിനാണെന്ന് വെച്ചാൽ ആൾക്കാരെല്ലാവരും തല്ലി പഞ്ചറാക്കാണ്. എന്നിട്ട് അവൻ്റെ വീട്ടുകാരെ വിളിപ്പിക്കുന്നുണ്ട്. വീട്ടുകാരെല്ലാവരും ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഓടിയെത്തുന്നത്. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ രശ്മികനെ കെട്ടിക്കഴിഞ്ഞിട്ടും ഇവൻ വേറെ കല്യാണം കഴിക്കാൻ നോക്കുന്നു എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചിരുന്നത്. വികാസം എന്ന് വെച്ചാൽ ദേഷ്യത്തിരിക്കാണ്, കാരണം എനിക്ക് ഒരു കല്യാണം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല. അനിയനെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും കല്യാണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അമ്മ കരഞ്ഞുകൊണ്ട് നിനക്ക് എത്ര നല്ല കുട്ടിയാണ് അവിടെ ഉള്ള വീട്ടിൽ, എത്ര നല്ല മോളാവള്, എന്നിട്ട് നിനക്ക് എങ്ങനെ വേറൊരു പെണ്ണിനെയും കൂടി കല്യാണം കഴിക്കാൻ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഗുഡുവിനെ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഭയങ്കര വിഷമത്തോടുകൂടി തന്നെ ഗുഡുവിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവരിതൊന്നും രശ്മികനെ അറിയിക്കാണ്ട് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം എന്നാണ് ഈ വീട്ടുകാർ വിചാരിക്കുന്നത്. പക്ഷെ രശ്മികക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാലോ. രശ്മികയുടെ അച്ഛനോട് ഗുഡുവിൻ്റെ കാര്യം പറയാനായിട്ട് ഗുഡുവിൻ്റെ അച്ഛനും ചേട്ടനും കൂടി രശ്മികയുടെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിലും അവരത് പറയുന്നതിന് മുമ്പ് തന്നെ രശ്മികയുടെ അച്ഛൻ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ, എൻ്റെ മോൾ ഒരു തുള്ളി സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ വീട്ടിൽ ശവങ്ങൾ വീഴുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. അത് കേട്ടതും അച്ഛനെന്ന് വെച്ചാൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോരുന്നുണ്ട്. ആദ്യത്തെ പ്ലാന് ചീറ്റിപ്പോയ വിഷമത്തിൽ അബ്ബാസും രശ്മികയും ഗുഡും കൂടി അവരുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്ബാസിന് വേറൊരു ഐഡിയ വരുന്നത്. അവനാണെന്ന് വെച്ചാൽ കല്യാണത്തിന് ഹിന്ദുക്കൾ ചൊല്ലുന്ന ആ മന്ത്രയില്ലേ, അത് ഫോണിൽ ഓണാക്കിക്കൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ കുറെ പേപ്പറും കത്തിച്ചിട്ട് ഇവരെ കല്യാണം കഴിപ്പിക്കുകയാണ്. അവന് അബ്ബാസ് നിന്ന് കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അബ്ബാസിന്റെ ഫോണിലെ ചാർജ് തീർന്ന് ആ മന്ത്രം നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാന്ന് വിചാരിച്ചാൽ ഗുഡുവിന്റെ രശ്മികയുടെ ജീവിതത്തിൽ പിന്നെയും കല്യാണം കഴിക്കാതെ അവർ ഒന്നിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ അവസാനം അവർ തീരുമാനിക്കുക സമൂഹ വിവാഹം നടക്കുന്നുണ്ടായിരുന്നു, അതിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ ആരും അറിയാതെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഗുഡുവിന്റെ അച്ഛനോടും അമ്മനോടും അനുവാദം ചോദിച്ചുകൊണ്ട് അമ്പലത്തിൽ പോകുന്നു എന്നുള്ള വ്യാജേനെ ഗുഡുവും രശ്മികയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് കോഴിയും പിന്നാലുണ്ടായിരുന്നേ. ഇവര് ആദ്യം കോഴീനെ കണ്ടതും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ടെങ്കിലും പിന്നീടാണ് അവർ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മ എന്തിനാ ഓടുന്നത്, അവനെന്തിനാ ഫോളോ ചെയ്യുന്നതെന്ന് ഡയറക്റ്റ് ചെന്ന് ചോദിക്കാന്ന് പറഞ്ഞ് അവര് ചെന്ന് കോഴീനോട് കാര്യം തിരക്കുമ്പോൾ കോഴി രശ്മികനോട് പറയാണ്, നിനക്കറിയോ നിന്റെ ഭർത്താവേ ഭയങ്കര കാട്ടു കോഴിയാ, അവനാണെന്ന് വെച്ചാൽ നീ കൂടാതെ വേറൊരു പെണ്ണിനെ കൂടി കല്യാണം കഴിക്കാൻ ഇരുന്നിരുന്നതാ, ഞങ്ങളെല്ലാവരും പോയി പിടിച്ചോണ്ട് വന്നതാന്നൊക്കെ പറയുമ്പോൾ രശ്മിക അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സഹിച്ച് നിങ്ങളൊന്ന് പോവെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇവർ നേരെ ചെല്ലുന്നത് ആ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഗുഡുവിന്റെ മുഖം ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ പൂവൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്, രശ്മികയുടെ മുഖവും ഷാളും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവര് കല്യാണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് രശ്മികയുടെ അച്ഛൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത്. ഇവൻ വലിയൊരു നേതാവല്ലേ, അപ്പൊ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നതിന്റെ ഇടയിൽ ഈ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. രശ്മികയുടെ അച്ഛനാണെന്ന് വെച്ചാൽ ഗുഡുവിനോട് സംസാരിക്കുമ്പോൾ അവന്റെ സൗണ്ട് കേട്ടിട്ട് അത് ഗുഡു ആണോ എന്നുള്ളൊരു ഡൗട്ട് വരാം. ആ പെണ്ണിനോട് ത്രിവേദിയാണെന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് ഒന്നും മിണ്ടാതിരിക്കുക. ഒരു സമയം ആ പെണ്ണ് ഒരു ഊമയാണ്, അവളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്ന് ഗുഡ് പറയാണ്. ഇത് കേട്ട ആ ഒരു പൂജാരിയാണെന്ന് വെച്ചാല് ഇവളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലാന്നോ, നേരത്തെ ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാള് ഈ പെൺകുട്ടിയുടെ ബ്രദർ ആണെന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ബ്രദറിനെ അന്വേഷിക്കുമ്പോഴാണ് അവിടെ നിന്ന് അബ്ബാസിനെ കാണുന്നത്. അബ്ബാസ് അങ്ങോട്ടേക്ക് വന്നതും അബ്ബാസോ നീ ഒരു മുസ്ലിം അല്ലേ, നിന്റെ സഹോദരി എങ്ങനെ ഒരു ഹിന്ദു ആവും എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട അബ്ബാസും ബബ്ബ അടിക്കുമ്പോ അത് പിന്നെ എന്റെ വേറെ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവൻ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കാണ് അച്ഛന് വേറൊരു ഹിന്ദു അമ്മയിലുണ്ടായിരുന്ന മോളാണ് ഈ ഒരു പെണ്ണെന്ന്. ഇപ്പൊ അതൊക്കെ വിശ്വസിക്കുന്ന പോലെ ത്രിവേദി അവിടെ നിന്ന് പോയിട്ട് നേരെ വിളിക്കുന്നത് ഗുഡുവിന്റെ ചേട്ടനെയാണ്. ഗുഡുവിന്റെ ചേട്ടനെ വിളിച്ചിട്ട് രശ്മികയും ഗുഡു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാ ഗുഡുവിന്റെ ചേട്ടനാണെന്ന് വെച്ചാല് ഇല്ല, അവന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നേ എന്ന് പറയാണ്. അതുകൂടി കേട്ടോടുകൂടി ത്രിവേദിക്ക് ഉറപ്പാവാണ് അത് ഗുഡു തന്നെയാണെന്നുള്ള കാര്യം. അവൻ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഗുഡുവിനെ നന്നായി തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഗുഡുവിനെ വാച്ച് ചെയ്ത് അവനക്കും അത് ഗുഡു തന്നെയാണെന്ന് മനസ്സിലായപ്പോ എല്ലാവരോടും കൂടി കല്യാണം നിർത്തി വെക്കാനായിട്ട് പറയാണ്. ഇതേ സമയം രശ്മികാണെന്ന് വെച്ചാൽ ഗുഡുവിനെ കൈ പിടിച്ചിട്ട് വായോ പോവാ തോന്നുന്നേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗുഡു അവിടെ നിന്ന് ഒരടി പോലും അനങ്ങുന്നില്ല. അവളോട് ഗുഡു പറയാണ്, നമ്മ ഇപ്പൊ ഇവിടെ നിന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും, നീ ഇവിടെ നിൽക്കാനായിട്ട്. അവർ രണ്ടുപേരും അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോ ഗുഡുവിന്റെ മുഖത്ത് മൂടിയിരിക്കുന്ന ആ പൂവെല്ലാം വലിച്ചു പറിച്ച് കളയുന്നുണ്ട്. ആ ഒരു സമയം ഗുഡുവിനോട്
ത്രിവേദിയോട്, ആ ത്രിവേദി എന്ന് വെച്ചാൽ എനിക്കറിയായിരുന്നു ഇത് നീ തന്നെയായിരുന്നു, മര്യാദക്ക് പറഞ്ഞു എന്റെ മോളെ നീ എവിടെ കൊണ്ടാണ് വെച്ചേക്കുന്നത്, എന്റെ മോൾ എവിടെയെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനൊരു മറുപടി ഗുഡ്ഡുവിനുണ്ടായിരുന്നില്ല. രശ്മികാണെന്ന് വെച്ചാൽ നേരെ ഗുഡ്ഡുവിന്റെ പിന്നിൽ പോയി ഒളിച്ചിക്കാണ്. ത്രിവേദിയുടെ കൂടുള്ള അയാളാണെന്ന് വെച്ചാൽ പൊന്നു മോളെ നീ രക്ഷപ്പെട്ടോ, ഇവന് 1-2 കല്യാണം നല്ല കഴിച്ചേക്കണേ, ഇനിയും അവനക്ക് കല്യാണം കഴിക്കണം, നിന്നെ അവൻ പറ്റിക്കുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ അവള് ഒരു എനക്കല്ലാതെ ഇരിക്കുന്നത് കണ്ട അവനാന്ന് വെച്ചാൽ ഈ പെണ്ണിനോട് പറഞ്ഞിട്ടും കാര്യമില്ലാതെ വിചാരിക്കുകയാണ്. ആ ഒരു സമയം ഗുഡ്ഡുയുടെ വീട്ടുകാരെല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് വന്നേക്കുന്നത്. ആ രശ്മിക മോളെ നീ എന്തിനാണ് പറ്റിക്കുന്നത്, അത് അത്രയും നല്ല കുട്ടിയല്ലേന്ന് എല്ലാവരും ഇവനെ വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ഗുഡ്ഡുയുടെ ചേട്ടനാണെന്ന് വെച്ചാല് ഈ കല്യാണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അറേഞ്ച്മെന്റ് ഒക്കെ കണ്ട് ആകെ വിഷമിക്കുകയാണ്. എനിക്ക് മാത്രമാണ് ഇവിടെ കല്യാണം നടക്കാത്തത്, ഇവനിത് എത്രാമത്തെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഗുഡ്ഡുവിന്റെ അടുത്തേക്ക് നേരെ ചെന്ന് ചേട്ടനാന്ന് വെച്ചാൽ, എടാ നിനക്ക് ഇനിയും കല്യാണം കഴിച്ച് മതിയില്ലേ, നിനക്ക് എത്ര കല്യാണം കഴിക്കണം എന്നെല്ലാം ചോദിക്കുകയാണ്. ഇപ്പൊ വട്ടം കൂടി നിന്ന് ഗുഡ്ഡുവിനെ എല്ലാവരും ചീത്ത പറയുന്നത് കണ്ട രശ്മികാണെന്ന് വെച്ചാല്, നിങ്ങൊന്ന് നിർത്തോ, ഇനി ഒരാളും ഒരക്ഷരം പോലും മിണ്ടരുതെന്ന് പറയാണ്. ഇപ്പൊ ഇതിനു മുന്നേ ആ ഒരു പെൺകുട്ടി ഊമയാണെന്നായിരുന്നു അവിടെ എല്ലാവരോടും പറഞ്ഞിരുന്നത്. പെട്ടെന്ന് ഈ ഒരു പെൺകുട്ടി മിണ്ടിയപ്പോ അവരെല്ലാവരും അപ്പൊ ഊമയല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രശ്മിക അവളുടെ മുഖത്ത് മൂടിയിരിക്കുന്ന ഷാൾ എടുത്ത് മാറ്റുമ്പോൾ അത് രശ്മികയാണെന്ന് മനസ്സിലാക്കിയ എല്ലാവരും ഇതിപ്പോ എന്താ കഥ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ രശ്മിക ഉണ്ടായ സത്യങ്ങളെല്ലാം അവിടെ തുറന്നു പറയാണ്. അവര് ലിവിങ് ടുഗദർ ആണ് ജീവിച്ചുകൊണ്ടിരുന്നിരുന്നതും, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്, നിങ്ങൾ ഓരോരുത്തർ വന്ന് ഞങ്ങളെ കല്യാണം എന്തിനാ എങ്ങനെ മുടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അബ്ബാസ് ആണെന്ന് വെച്ചാൽ ത്രിവേദിനോട് ഒരു കാര്യം ചെയ്യും, നിങ്ങളെ മകൾ എന്തായാലും ലിവിങ് ടുഗദർ നടത്തിയില്ല, ഇനിയിപ്പോ ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, അങ്ങനെയാണെന്ന് വെച്ചാൽ യൂത്ത് പയ്യന്മാരും പെൺപിള്ളേരും ഒക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാന്ന് പറയാണ്. എങ്ങനെയെങ്കിലും വോട്ട് കിട്ടി ജയിക്കണം എന്ന് മാത്രമുള്ള ത്രിവേദിയും അത് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നീട് അങ്ങോട്ട് ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്യാണ്. എല്ലാം മനസ്സിലാക്കി അവരെല്ലാം അവിടെ വെച്ച് തന്നെ ഗുഡ്ഡുവിന്റെയും രശ്മികയുടെയും കല്യാണം നടത്തുന്നുണ്ട്. ഇപ്പൊ കുറച്ചു നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത് രശ്മികയും ഗുഡ്ഡും ഒന്നിച്ചു നിന്ന് ചാനലിൽ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം ത്രിവേദി അവിടേക്ക് വരുന്നുണ്ട്. ത്രിവേദിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കഥയുടെ തുടക്കത്തിൽ തന്നെ ലിവിങ് ടുഗദറിന്റെ പേരിൽ കുറെ ക്രൂശിക്കപ്പെട്ട ഒരു ഹീറോ ഉണ്ടായിരുന്നില്ലേ, അവനായിരുന്നു. ഇപ്പൊ ത്രിവേദിയും വല്ലാതെ മാറിയിട്ട് മുഖം മൂടിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഭാര്യയുടെ സാരിത്തല മാറ്റി മുഖം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി പെണ്ണുങ്ങൾ ഇങ്ങനെ മുഖം മൂടി നടക്കേണ്ട ആവശ്യമില്ലാന്ന് അവനും വിചാരിക്കുകയാണ്. നിങ്ങൾ അഭിപ്രായത്തില് എന്താണ് ഈ ലിവിങ് ടുഗദർ നല്ലതാണെന്നാണോ അതോ അത് നമ്മളുടെ കൾച്ചറിന് ചേർന്നതല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ഒന്നാലോചിക്കുമ്പോ നമ്മളെ പാർട്ട്നേഴ്സിനെ കുറിച്ച് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, പക്ഷേ നമ്മളുടെ കൾച്ചറിന് അത് ചേരും, ആ ഒരു ഡൗട്ടും ഉണ്ട്. എന്തായാലും നിങ്ങളുടെ കമന്റ് ഒന്ന് അറിയിക്കണേ.